ഇന്ന് വിപണിയിൽ ബ്രോക്കറേജ് ബൈ റെക്കമെൻഡേഷൻ ലഭിച്ചതിന് പിന്നാലെ മുന്നേറുന്ന ഓഹരികളുണ്ട്. അവയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഫുട്വെയർ റീറ്റെയിൽ ബിസിനസ്സിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് മെട്രോ ബ്രാൻഡ്സ്. മെട്രോ ഷൂസ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനി 1955 മുംബൈയിലെ കൊളാബയിൽ ഒരു ഷൂസ് സ്റ്റോറായി ആരംഭിച്ചിട്ടായിരുന്നു തുടക്കം. പിന്നീട് 1977 മെട്രോ ഷൂസുമായി ഇൻകോർപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. 2021 ഡിസംബറിലാണ് കമ്പനി IPOയുമായി വിപണിയിലെത്തിയത്. അന്ന് 1367 കോടി രൂപയാണ് IPO വഴി സമാഹരിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 50% മുന്നേറ്റം മെട്രോയുടെ ഓഹരികളിൽ പ്രകടമായി. ഇന്നത്തെ വിപണിയിൽ നല്ലൊരു നേട്ടത്തിൽ തന്നെയാണ് ഓഹരി വ്യാപാരം നടത്തുന്നത്. പ്രമുഖ ബ്രോക്കറേജായ മോത്തിലാൽ ഒസ്വാൾ ഓഹരിക്കൊരു ബൈ റെക്കമെൻഡേഷൻ നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ നേട്ടം കാണുന്നത്. ബ്രോക്കറേജ് കമ്പനിയുടെ സാധ്യതകളെ മുൻനിർത്തി ഓഹരിയിൽ 21% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കമ്പനിയെ സംബന്ധിച്ച് അനുകൂലമായി തുടരുന്നത് എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് പാദങ്ങളായി ഡിസ്ക്രിഷണറി വിഭാഗത്തിലെ ഡിമാൻഡ് വളരെ വീക്കായി തന്നെയാണ് തുടരുന്നത്. എന്നാൽ ഈ മേഖലയിലെ കമ്പനികളുടെ ബിസിനസ്സിൽ അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഉയർന്ന വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടി മെട്രോ ബ്രാൻഡ്സിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റഡി ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ നടത്തുന്നതിനുള്ള നടപടികൾ കമ്പനി സ്വീകരിച്ചത് ഇതിന് സഹായിച്ചു. സമീപകാലത്ത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് നേരിയ കുറവ് ഉണ്ടാകും എങ്കിലും അടുത്ത ഒരു 5 വർഷ കാലയളവ് പരിഗണിക്കുമ്പോൾ കമ്പനിക്ക് 20% വളർച്ച ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. മികച്ച ക്യാഷ് ഫ്ലോയും പുതിയ സ്റ്റോർ അഡീഷൻസിന് വേണ്ടിയുള്ള കാര്യക്ഷമമായ നടപടികളും എല്ലാം ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം കമ്പനികളെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് എത്രത്തോളം ശക്തമാണ് എന്ന് തിരിച്ചറിയുന്നത് ഓരോ ഷോറൂമിന്റെയും പ്രൊഡക്ടിവിറ്റി എത്രയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് അളക്കുന്നത് ഓരോ ഷോറൂമിലും പെർ സ്ക്വയർ ഫീറ്റ് എത്ര വരുമാനം ലഭിക്കുന്നു എന്നത് നോക്കിയാണ്. കമ്പനിയെ സംബന്ധിച്ച് ഓരോ ഷോറൂമിൽ നിന്നും പെർ സ്ക്വയർ ഫീറ്റിന് ഏകദേശം 25,000 രൂപ വരെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രധാന കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബാറ്റയെ വെച്ച് നോക്കുമ്പോൾ 2 മടങ്ങ് അധിക വരുമാനമാണ് മെട്രോ ബ്രാൻഡ്സ് രേഖപ്പെടുത്തുന്നത്. സ്റ്റോർ ലെവലിൽ ഏകദേശം 25% എബിഡ മാർജിൻ ജനറേറ്റ് ചെയ്യുന്നുമുണ്ട്. അതായത് ഓരോ ഫ്രാഞ്ചൈസിയും തുടങ്ങാൻ കമ്പനി മുടക്കുന്ന മുതൽ 2 വർഷത്തിനുള്ളിൽ തന്നെ തിരികെ ലഭിക്കുന്ന തരത്തിലേക്ക് ബിസിനസ് വളർച്ച രേഖപ്പെടുത്തുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ളത് തന്നെയാണ് ഇതിന് കാരണം. മാത്രമല്ല ഫില ആൻഡ് ഫുഡ് ലോക്കർ പോലുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളെ കൂടി ഉൾപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും ഇപ്പോഴത്തെ വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തും. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 6 ബില്യൺ രൂപയുടെ ശക്തമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യും എന്നാണ് കണക്കാക്കുന്നത്. ഇത് ഉപയോഗിച്ച് തന്നെ പ്രതിവർഷം 250 പുതിയ സ്റ്റോറുകൾ ആഡ് ചെയ്യുന്നതിന് കമ്പനിക്ക് സാധിക്കും എന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇത്തരത്തിൽ സ്റ്റോർ അഡീഷനിൽ നല്ലൊരു ട്രാക്ക് റെക്കോർഡ് കമ്പനിക്ക് ഉള്ളതിനാൽ ഒരു സ്ലോ ഇനി മുന്നോട്ടേക്ക് ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിലേക്കാണ് ബ്രോക്കറേജ് പോകുന്നത്. 189 സിറ്റികളിലായി 795 സ്റ്റോറുകൾ നിലവിൽ കമ്പനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. 5 പ്രീമിയർ ബ്രാൻഡുകളുമായിട്ടാണ് കമ്പനി ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഫില ആൻഡ് ഫുഡ് ലോക്കർ എന്നീ ബ്രാൻഡുകൾ കൂടി വരുന്നതോടെ ഇത് 7 ആയി ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ബാറ്റയ്ക്ക് 725 സിറ്റികളിലായി 2150 സ്റ്റോറുകൾ മാത്രമാണ് ഉള്ളത്. ഇത് കമ്പനിയുടെ മുന്നോട്ടേക്കുള്ള വളർച്ചാ സാധ്യതയെ കൂടുതൽ ഉറപ്പുവരുത്തുന്നുണ്ട്. 2024 മുതൽ 26 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 21% CAGR രേഖപ്പെടുത്തുമെന്ന് കണക്കാക്കുന്നുണ്ട്. ഫുഡ് പ്രിന്റിൽ 13% CAGR ഉണ്ടാകുമെന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഫില ആൻഡ് ഫുഡ് ലോക്കർ മെട്രോ ബ്രാൻഡിന്റെ വളർച്ചയെ കൂടുതൽ ഊർജിതമാക്കും. പ്രത്യേകിച്ച് ഫില തങ്ങളുടെ ബിസിനസിനെ കൂടുതൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ നടപ്പിലാക്കുകയാണ്. അതിനാൽ ഇരു ബ്രാൻഡുകളും അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഏകദേശം 400 മുതൽ 500 പുതിയ സ്റ്റോറുകളാണ് ആഡ് ചെയ്യാൻ വേണ്ടി പദ്ധതിയിടുന്നത്. ഒരു സ്റ്റോറിൽ നിന്നുമുള്ള ശരാശരി വരുമാനം 20 മുതൽ 30 മില്യൺ രൂപ വരെ ജനറേറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്ന ഈ ബ്രാൻഡുകളെ സംബന്ധിച്ച് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഓൺലൈൻ അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ എന്നിവയിൽ നിന്നുമായി ഏകദേശം 8 മുതൽ 10 ബില്യൺ രൂപ വരെ വരുമാനം ലഭിച്ചേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതിനാൽ ഈ ബ്രാൻഡുകളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ 15 മുതൽ 20 മില്യൺ രൂപയുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിലേക്ക് സഹായിക്കും എന്നാണ് അനുമാനിക്കുന്നത്.
ഇത്തരം ഘടകങ്ങൾ പരിഗണിച്ച് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് വരുമാനം, എബിഡ മാർജിൻ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ എന്നിവയിലെല്ലാം വളർച്ച മോത്തിലാൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓഹരിക്ക് ബ്രോക്കറേജ് 1530 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. കമ്പനിയുടെ മറ്റ് പോസിറ്റീവ് ഫാക്ടേഴ്സ് കൂടി പരിശോധിച്ച് നോക്കാം. കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 35% ഒരു ലാഭ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് വരുമാന വളർച്ചയിലും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20% ഒരു വരുമാന വളർച്ചയാണ് കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ROC പരിശോധിക്കുകയാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ROCE മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 30% ഒരു ROCE ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കമ്പനിയെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് മറ്റൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കുമ്പോഴും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു മിഡ് ക്യാപ് സ്റ്റോക്കിന് മോത്തിലാൽ ഇപ്പോൾ ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. കിർലോസ്കർ ഓയിൽ എൻജിൻസിന്റെ ഓഹരികൾക്കാണ് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത്. കിർലോസ്കർ ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് കിർലോസ്കർ ഓയിൽ എൻജിൻസ് എന്ന് പറയുന്നത്. ഡീസൽ എൻജിൻ, ഡീസൽ ജനറേറ്റർ സെറ്റുകൾ എന്നിവയുടെ നിർമ്മാണവും സേവനവുമാണ് പ്രധാനമായും കമ്പനി ചെയ്യുന്നത്. വിവിധ അഗ്രി എഞ്ചിനുകളും ഡീസൽ എഞ്ചിൻ, പമ്പ് സെറ്റുകൾ എന്നിവയടക്കമുള്ള വൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ കമ്പനിക്കും സ്വന്തമാണ്. പൂനെയാണ് പ്രധാനമായിട്ടും കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. മറൈൻ, കൺസ്ട്രക്ഷൻ, മൈനിങ് മുതലായ മേഖലകളിലെല്ലാം തന്നെ കമ്പനിയുടെ സേവനങ്ങൾ നൽകുന്നുമുണ്ട്. പവർ മേഖലയിലും കമ്പനി സേവനങ്ങൾ നൽകുന്നുണ്ട്. കമ്പനിക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ പവർ ജനറേഷൻ സെഗ്മെന്റിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ മോട്ടോർ വാഹനങ്ങൾക്കുള്ള സ്പെയർ പാർട്സ്, ആക്സസറികൾ മുതലായ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന ആഫ്റ്റർ മാർക്കറ്റിലും എക്സ്പാൻഷന് വേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ട്. പവർ സെഗ്മെന്റിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ അവരുടെ CPCB 4+ ജനറേറ്റർ വിപണിയിലുള്ള മത്സരവും കൂടാനുള്ള സാധ്യത ഏറെയാണ്. പവർ ഡിമാൻഡ് ഉയർന്നു വരുന്നതും ഒപ്പം തന്നെ റിന്യൂവബിൾ എനർജിയിലുള്ള മുന്നേറ്റവും സമീപകാലത്ത് ഒരു വലിയ പ്രൈസ് കറക്ഷൻ ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കിർലോസ്കറിനെ സംബന്ധിച്ച് പവർ ജനറേഷൻ മേഖലയിലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സെഗ്മെന്റിലും ശക്തമായ സ്ഥാനം നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ എക്സ്പോർട്ടിലും നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഓഹരിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത്. 840 രൂപ വരെ ഉയർന്നേക്കും എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇന്നത്തെ വിപണിയിൽ ഈ 2 ഓഹരികളും മികച്ചൊരു നേട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കിർലോസ്കറിനെ സംബന്ധിച്ച് 3% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മെട്രോ ബ്രാൻഡ്സ് 1% ഒരു നേട്ടം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കിർലോസ്കറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരു മൾട്ടി ബാഗേഴ്സ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് കിർലോസ്കർ ഓയിൽ എൻജിൻസ് എന്ന് പറയുന്നത്. 121% റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിനും സാധിച്ചിട്ടുണ്ട്.